പാഠം 749. എവിടെ നിന്നോ ഒരു തുളസി. കാമുകനോടൊപ്പം പോകാനായി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യ അറസ്റ്റിൽ. ഭർത്താവിനോടൊപ്പമുള്ള ബന്ധം എടുത്തപ്പോൾ മറ്റൊരാളുമായി പ്രണയമുണ്ടാവുകയും ഒടുവിൽ കാമുകനോടൊപ്പം ഒളിച്ചോടാനായി ഭർത്താവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഭാര്യയുടെ പ്രേമം കണ്ടുപിടിച്ച് തടഞ്ഞ ഭർത്താവിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്താണ് ഭാര്യ കൊന്നത്. ഭാര്യയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? വന്ന് മനുഷ്യന് മനസമാധാനത്തോടെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താണ് മനസമാധാനത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. നീ ഇത് കണ്ടോ പാമേ? ഒരു സ്ത്രീ കാമുകനോടൊപ്പം ഒളിച്ചോടി പോകാനായി ഭർത്താവിന് ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നു. അതിനെന്താണ്? അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? ഭർത്താവിനെ കൊണ്ട് പൊറുതി മുട്ടിപ്പോഴായിരിക്കും ആ സ്ത്രീ വേറെ ആരെങ്കിലുമായിട്ട് പ്രേമത്തിലായത്. അതോടെ അയാളോടൊപ്പം ജീവിക്കാൻ അവൾ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു തടസ്സാവൂലോ. അതോടെ അയാളെ കൊല്ലുകയില്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന് അവള് കരുതി. നീ എത്ര നിസ്സാരമായിട്ട് അതൊക്കെ പറയുന്നത്? ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാര്യ ഭർത്താവിനെ കൊന്നാലും ഭർത്താവ് ഭാര്യയെ കൊന്നാലും കൊലപാതകം തന്നെയാണ്. എല്ലാത്തരം കൊലപാതകങ്ങളും ഒരേപോലെ കുറ്റകരമാണ്. അത് മനസ്സിലാക്കാതെ പെട്ടെന്നുള്ള വികാരത്തിന് അടിമപ്പെട്ടോ വിവരക്കേടുകൊണ്ടോ ആളുകളൊക്കെ മറ്റുള്ളവരെ കൊല്ലും. പോലീസ് പിടിക്കുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുമ്പോഴാണ് ചെയ്ത തെറ്റിന്റെ ഗൗരവം പലർക്കും മനസ്സിലാവാറുള്ളത്. ഒരു വക്കീലായതുകൊണ്ട് കൊലപാതകം തെറ്റാണെന്നും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും എനിക്കറിയാം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മോഹനേട്ടനെ വിഷം കൊല്ലാത്തത്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എനിക്ക് അടുക്കളയിൽ വേറെ ഒരുപാട് ജോലിയുണ്ട്. അമ്മേ, നീ എന്താ പറഞ്ഞിട്ട് വന്നത്? എനിക്ക് വിഷം നിന്ന് കൊല്ലുന്നോ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മോനോട് വിഷം തന്നിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് പിടിക്കില്ലേ? അപ്പോ പോലീസ് പിടിക്കില്ലായിരുന്നുവെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നോ? പക്ഷെ പോലീസ് പിടിക്കൂലോ. നിന്നെ പോലുള്ള ഭാര്യമാരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവിന് ബഹുമാനമില്ലാത്ത നിങ്ങളൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്നത്. ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവ് പറയുന്നത് മാത്രം ശരിയെന്ന് സമ്മതിച്ച് ഭർത്താവിന്റെ സകല തോന്നിയാസങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് കുടുംബബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തിയിട്ട് ആർക്കാ മോഹനയുടെ പ്രയോജനം? ഭർത്താവിന് മാത്രം. ആ പരിപാടി ഇനി നടക്കൂല. ഭർത്താവിനെ കൊന്ന് കാമുകനോടൊപ്പം പോകാൻ പോയ ഭാര്യയാണ് നീ ന്യായീകരിക്കുന്നത്. ഞാൻ ന്യായീകരിച്ചിട്ടൊന്നുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എന്നുള്ള മറ്റു മോഹനയുടെ ബാധിച്ചുകൊണ്ടാണ് ഞാൻ തർക്കിക്കാൻ വന്നത്. കാമുകിയുടെ കൂടെ പോകാൻ വേണ്ടി ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ കൊന്നാലും നീ ഇങ്ങനെ തന്നെ പറയണം. അതും സംഭവിക്കാം. നിന്നെ കൊണ്ട് പൊറുതി മുട്ടി നിന്നെ കൊന്നിട്ട് ഞാൻ എന്റെ കാമുകൂടെ ഇറങ്ങി പോയാലോ? ഞാൻ വിചാരിച്ചാലും നിന്നെ കാഴ്ച പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ഒരു പാടുമില്ല. അതുണ്ടാവില്ലേ? പക്ഷെ അത് കഴിഞ്ഞിട്ട് കൂടെ ഒളിച്ചോടാൻ ഒരു കാമുകി വേണ്ടേ? അതെവിടുന്ന് കിട്ടും? സാമാന്യ ബുദ്ധിയുള്ള ഏതേലും പെണ്ണുങ്ങൾ അതിന് തയ്യാറാവോ? മോഹനേട്ടനോട് ഒളിച്ചോടുന്നതിനെക്കാട്ടും നല്ല 11 KV ലൈനി കയറി പിടിക്കുന്നതല്ലേ? ഇപ്പൊ പറയും. പക്ഷെ എന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ പെണ്ണുങ്ങളുണ്ട്. അതറിയുമ്പോ നീ ഞെട്ടായിരുന്നാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ആ പെണ്ണുങ്ങൾ ആരാ മോനോട്ടാ? ഇപ്പോ നിനക്ക് തമാശയാ പാമേ. പക്ഷെ നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ. എന്റെ പുറകെ നടന്ന് ഇഷ്ടമാണ് 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 എന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീകളുണ്ട്. അല്ല, അവരെ കുറ്റപ്പെടാനും പറ്റില്ല. ഞാൻ കാണാനും സുന്ദരനല്ലേ, വിദ്യാഭ്യാസമല്ലേ, നല്ല ഒന്നാം തരം സർക്കാർ ജോലി. പിന്നെ കള്ള് കുടിക്കില്ല, പുക വലിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. ഇതിനേക്കാൾ യോഗ്യനായ ഒരാളെ വേറെ എവിടെ കിട്ടും? സംഭവം ഒക്കെ ശരിയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോ ഇതെല്ലാം കൃത്യവും. പക്ഷെ മോഹനേട്ടനെ പരിചയപ്പെട്ട് കഴിയുമ്പോ ഇതെല്ലാം മനസ്സിലാവൂലോ. അയ്യോ, അപ്പൊ അവര് ജീവനോട് രക്ഷപ്പെട്ടോളേ. ഇതൊക്കെ നീ ഇപ്പൊ പറയും. പക്ഷേ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോ നിന്റെ ഭാവം ഇതായിരിക്കില്ല. നിനക്ക് പ്രയാസമാണെന്ന് കരുതി ഞാൻ നിന്നോട് വരാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്ക്. അപ്പൊ അറിയാം മോഹനേട്ടനെ ഇഷ്ടപ്പെടാനും ആളുകളുണ്ടെന്ന്.
എന്താ വലിയ ഓഫീസർ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഹലോ, അതെ, ഭാമേ, ആരാണെന്ന് പറയണം. ആരാ മോനട്ടെ? പേരില്ലാത്ത ആൾ. എവിടെ നിന്നാ ഇവനൊക്കെ? എന്താ മോനട്ടെ ഇത്? ഹലോ, ആ ആ അതിനെന്താ, ഒരു 10:30 വക്കീലാഫീസിലേക്ക് വന്നാ മതി. ശരി. ആരായിരുന്നു? ഒരു കക്ഷി. കക്ഷിക്ക് പേരില്ലേ? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പണ്ട് വില്യം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ലേ? എന്റെ അടുത്താണ് വില്യാഫീസറുടെ കളി. ആരാണ്? ഹലോ, മോനേഷ് സാറിന്റെ വീടല്ലേ? അതെ. സാറുണ്ടോ? ആ ഉണ്ട്. ആരാന്ന് പറയണം? തുളസിയാണെന്ന് പറഞ്ഞാ മതി, സാറിനറിയാം. ശരി. മോനുടെ ഫോൺ. എന്താ കാര്യം? അത് ഞാൻ സാറിനോട് പറഞ്ഞോളാം. സാറിന് ഫോൺ കൊടുക്ക്. ഹലോ സാറേ, ഞാൻ തുളസിയാ. 1000 പ്രാവശ്യം തുളസിയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തരുത് എന്ന്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. മേൽ എന്നെ ഫോൺ വിളിക്കോ എന്നെ കാണാൻ ശ്രമിക്കോ ചെയ്യരുത്, മനസ്സിലായോ? സാറേ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. തുളസി വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. ഇനി എന്നെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയാ ഞാൻ പോലീസ് വിളിച്ചു പറയും. സമാധാനങ്ങളെ. അതേത് തുളസി? മോഹനേട്ടന്റെ പിന്നാലെ നടക്കുന്ന തുളസിയോ? സാമാന്യ ബുദ്ധിയുള്ള ഏതേലും പെണ്ണുങ്ങൾ അതിന് തയ്യാറാവോ? മോഹനേട്ടനോട് ഒളിച്ചോടുന്നതിനെക്കാട്ടും നല്ല 11 KV ലൈനിൽ കയറി പിടിക്കുന്നതല്ലേ? ഇപ്പൊ പറയും. പക്ഷെ എന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ പെണ്ണുങ്ങളുണ്ട്. അതറിയുമ്പോ നീ ഞെട്ടായിരുന്നാ മതി. അപ്പം മോഹനേട്ടൻ കാര്യമായിട്ടാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതാരാന്നറിയണല്ലോ. സാറേ, അങ്ങനെ പറയല്ലേ. എത്ര നാളെ ഞാൻ സാറിന്റെ പിന്നാലെ നടക്കുന്നു. ദേ, ഞാൻ അവസാനമായിട്ട് പറയുക, സാറ് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങൾ തകരും. പിന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. സർ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും. എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ. പറ്റില്ലെന്ന് സാറ് പറയരുത്. അവള് രണ്ടും കൽപ്പിച്ചാണ്. ഇന്നിങ്ങ് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. മോനട്ടാ, ഞാൻ ആരായിരുന്നു വിളിച്ചത്? എപ്പോ? ഇപ്പൊ മോനോട്ടൊരു ഫോൺ വന്നില്ലേ, അതാരായിരുന്നു? ഒരാൾ. ആ ഒരാൾക്ക് എന്താ പേരില്ലേ? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വില്യം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ടല്ലോ, നീ വായിച്ചിട്ടില്ലേ? മോനോട് കുറച്ചു പേര് അടുക്കള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ത്? മോനോട്ടിനെ ആർക്കും ഭയങ്കര ഇഷ്ടമാണെന്നോ, ആരോ മോനോട്ടന്റെ പുറകെ നടക്കുവാന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താ സംഭവം? അതൊക്കെ നീ വഴി അറിഞ്ഞോളൂ. മോനോട്ടൻ എന്ന് പറഞ്ഞ എന്താ? ഞാൻ മോനോട്ടന്റെ ഭാര്യയല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല എന്നാണല്ലോ നീ പറയാറുള്ളത്. നീ അറിയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയും. എന്റെ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങൾ നിന്നോട് പറയില്ല. സാറേ, ഇത്തവനാണല്ലോ. നമസ്കാരമുണ്ട് സാറേ. നമ്മുടെ ബാർബർ കേശവൻകുട്ടിക്ക് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ലോൺ എടുത്ത് കടയൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്ന് പെട്ടെന്ന് കിട്ടുമോ എന്ന് കേശവൻകുട്ടി ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന്
ഒരു സർട്ടിഫിക്കറ്റും കിട്ടില്ല. അപേക്ഷ തന്നാൽ ആ അപേക്ഷ പരിഗണിച്ച് അത് ശരിയാണ് എന്ന് കണ്ടാൽ ഞങ്ങൾ ഒന്ന് സ്ഥലം നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് തരും. ഇതൊക്കെ അറിയാത്തുള്ള കാര്യങ്ങളാണല്ലോ. അതെ അറിയാം. പക്ഷേ സാറിനോടൊരു സത്യം പറയാമല്ലോ. നാളെ രാവിലെ ലോണിന് അപേക്ഷിക്കണമെന്നാണ് കേശവൻകുട്ടി പറയുന്നത്. അതിന് നാളെ രാവിലെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ നാളെ തന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ എന്ന് സാറിന്റെ അടുത്ത് ചോദിക്കാനാണ് ഞാൻ വന്നത്. ആദ്യം അപേക്ഷ വില്ലേജ് ഓഫീസിൽ കൊടുക്കും, അത് കഴിഞ്ഞാണല്ലോ ബാക്കിയല്ല. ഓ, അപ്പൊ സാറ് സഹായിക്കുമെന്ന് അർത്ഥം. എനിക്കറിയായിരുന്നു കെ മോഹനേന്ദ്ര സാറ് മനസാക്ഷിയുള്ള ആളാണ്, ഉറപ്പായി സഹായിക്കും എന്ന് കേശവൻകുട്ടിയോട് ഞാൻ പറഞ്ഞത് സത്യമായി. പറഞ്ഞത് കാര്യം നടക്കാനുള്ള അനാവശ്യമായ പുകഴ്ത്തലാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇത്തരം പുകഴ്ത്തലുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. വക്കീലിവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമല്ലേ ഞാൻ പറയാം. ആരായി തുളസി? തുളസി? അതെ, മോഹനേട്ടന്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു പെണ്ണ്. അവള് കുറച്ചു പേര് ഇങ്ങോട്ട് ഫോൺ വിളിച്ചിരുന്നു. എനിക്കറിഞ്ഞൂടാക്കിയല്ലേ? ദേവത്തമ്മ വെറുതെ കള്ളം പറയാൻ നിൽക്കല്ലേ. നാട്ടിലുള്ള പല പെണ്ണുങ്ങളും മോഹനേട്ടന്റെ പുറകെ നടന്ന് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയാണെന്ന് മോനോട് കുറച്ച് പിന്നെ പറഞ്ഞു. മോഹനേട്ടന്റെ ആ സ്വഭാവം വെച്ച് അതിനൊന്നും ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോഴത് വിശ്വസിച്ചില്ല. പക്ഷെ തൊട്ട് പുറകെ അവളിങ്ങോട്ട് വിളിച്ചു, തുളസി. എനിക്ക് മനസ്സിലായില്ല. ഒരു പെണ്ണ് വിളിച്ച് മോഹനേട്ടന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. എന്നിട്ട് ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ആ തുളസി കുറച്ച് നാളായിട്ട് മോഹനേട്ടന്റെ പുറകെ നടക്കുമെന്ന്. ഉത്തമൻ അറിയാതെ മോഹനേട്ടൻ അങ്ങനെ ഒരു പരിചയം ഉണ്ടാകാൻ വഴിയേ ഇല്ല. സത്യമറുത്തമ, ആരാവള്? എനിക്കറിഞ്ഞൂടാ വക്കീലേ. വെറുതെ എന്റെ മുന്നിൽ നിന്ന് വേഷം കെട്ടിറക്കാൻ നിൽക്കല്ലേ. ഉത്തമൻ എന്തായാലും അറിയാം. പറ, ആരാ ഈ തുളസി? തുളസി തുളസി എന്ന് പറയുമ്പോ ഓ, ഇനി നമ്മുടെ സുഗുണം മേശ്ശിയുടെ മോള് തുളസി ആയിരിക്കൂ. ആ പെണ്ണ് ഇപ്പൊ ജംഗ്ഷനിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിയാണ്. അവരും മോഹനേട്ടൻ തമ്മിൽ പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പിന്നില്ലേ, വില്ലേജ് ഓഫീസിലേക്ക് വേണ്ടി വരുന്ന സകല ഫോട്ടോസ്റ്റാറ്റുകളും തുളസിയുടെ കടയിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പൊ മോഹനേട്ടൻ അവരെ കാണാറുണ്ട്? പിന്നെ ഉറപ്പായിട്ട് കാണും. അവര് കാണാൻ എങ്ങനെയാ, സുന്ദരിയാണോ? അങ്ങനെ ചോദിച്ചാ കാണാൻ തരക്കടില്ല. പണ്ട് ചെറുപ്പത്തിൽ അവര് വലിയ സുന്ദരിയായിരുന്നു. ആ സൗന്ദര്യം കണ്ട് മയങ്ങിയല്ലേ സുന്ദരേശ് ചേട്ടൻ അവരെ കെട്ടിയത്. കല്യാണം കഴിഞ്ഞതാണോ? പിന്നല്ലാതെ, കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരും ഉണ്ട്. പ്രായം ഒരു 45 വയസ്സും. അയ്യേ, അപ്പൊ അതായിരിക്കില്ല. അപ്പൊ അതായിരുന്നേ. എന്റെ വക്കീല് മോനയുടെ സാറിന് അടുത്തറിയാന്നുള്ള ആരെങ്കിലും ഇപ്പൊ വക്കീല് പറഞ്ഞ കഥ കേട്ടാ വിശ്വസിക്കോ? തലയ്ക്ക് സുഖമില്ലാത്തതിന് ഞാനിപ്പോ തോന്നില്ലേ ഒരു പ്രേമം കണ്ടുപിടിക്കാൻ നടക്കുന്നു. ഇങ്ങോട്ട് മാറിയുന്നേ, എനിക്ക് പോയിട്ട് അത്യാവശ്യം കാര്യമുണ്ട്. മോനയുടെ സാറിന് പ്രേമമൊന്ന് കഷ്ടം. എനിക്ക് പിന്നെ അത് ആരായിരിക്കും? ഇതാണോ കക്ഷി? ഇവളാള് കൊള്ളാലോ. കല്യാണം കഴിച്ച ഒരാളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. അയാൾ ഒഴിവായി പോകാൻ നോക്കുമ്പോ അയാൾ വീട്ടിൽ കയറിച്ചിടുന്നു. എന്തോന്നോ വെള്ളരിക്കപ്പെടണം. നമസ്കാരം, വക്കീലല്ലേ? ആണെങ്കി ഞാൻ വന്നത് മോഹനേഷ്ണ സാറിനൊന്ന് കാണാനാ. ഓ, അറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് അമേരിക്കയിലല്ലോ? അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന മര്യാദയാണോ? എന്താ? അതിന് ഞാനായിട്ട് പറഞ്ഞു തരണോ? കൊറേ നാളായല്ലോ പൊന്നുമോള് മോഹനേട്ടനെ പുറകെ നടക്കുന്നു. മോഹനേട്ടൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ വേഷം കെട്ടിലൊന്നും മോഹനേട്ടൻ അടുത്ത് ചെലവാകില്ലെന്ന്. പക്ഷെ പിന്നെ അങ്ങനെ ശല്യമായിട്ട് നടക്കാൻ പറഞ്ഞാൽ അത് മര്യാദയാണോ? സാറങ്ങനെ പറഞ്ഞില്ല. എന്താ പറഞ്ഞില്ലേ? പറഞ്ഞ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണല്ലോ. മോളെ തുളസി, തുളസി കണ്ടിട്ടുള്ള സാധാരണ ആളുകളെ പോലെയല്ല എന്റെ മോഹനേട്ടൻ. ഞാനല്ലാതെ വേറൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും ആ മനുഷ്യൻ നോക്കില്ല. അങ്ങനെ ഒരാളെ പഞ്ചാര വർത്താനം പറഞ്ഞ് മയക്കാന്നാണോ നീ കരുതിയത്?
വക്കീൽ എന്തോ പറയുന്നേ? പറഞ്ഞതാ നിനക്ക് മനസ്സിലായില്ലേ? മേലി കണ്ടുപോരുന്ന മോഹനേട്ട പറഞ്ഞപ്പോ നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നല്ലേ? നീയാള് കൊള്ളാലോ. ഇത്ര അഭ്യാസങ്ങളെ വേറെ എവിടെയും പോയി ചെലവാക്കിക്കൊള്ളണം. അറിയാലോ, ഞാനൊരു വക്കീല. ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഈ ജന്മത്ത് മോള് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഇല്ല ഇല്ല. എന്താണ് മനസ്സിലാവാത്തത്? അല്ല, ആരായി തുളസി? അതാദ്യം പറ. നിങ്ങളുടെ പേര് തുളസിയല്ലേ? അല്ല, എന്റെ പേര് രജനി എന്നാ. ഞാൻ സഹകരണ ബാങ്കിലെ പുതിയ ക്ലർക്കാ. ബാങ്കിൽ ചിട്ടിയുടെ പൈസ അടയ്ക്കേണ്ട ദിവസമായി. മോഹനേഷിന് സാറിന് നേരമില്ല, ആരെങ്കിലും പറഞ്ഞു വിടാവോ എന്ന് സാർ അരവിന്ദ് സാറിനെ വിളിച്ച് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. രജനി തുളസി അല്ലല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? മോഹനേഷിന് സാർ ഇവിടെ ഇല്ലേ? മോനോട്ടുണ്ട്. ഇപ്പൊ വിളിക്കാം. മോനേട്ടാ, നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ച കാര്യങ്ങളൊന്നും മോനോട്ടോട് പറയണ്ട കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊന്ന് ആള് മാറിയതാ. ഈ കുടുംബജീവിതമാകുമ്പം ആർക്കായാലും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ കണ്ടാ മതി. അപ്പൊ ശരി. ആഹാ, ഇതാര് രജനിയോ? അരവിന്ദ് സാർ പറഞ്ഞു ഇതുവഴി വരാൻ. ആ, ഇന്ന് ബാങ്കിലേക്ക് വരാൻ നേരമില്ല. ആഫീസിൽ ആരെങ്കിലും പറഞ്ഞോളാന്ന് വെച്ചാൽ അവിടെയും തിരക്കാണ്. അതുകൊണ്ടാ. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചാൽ ഇവിടെ വന്നത് ബുദ്ധിമുട്ടായില്ല. പക്ഷേ ഒന്നുമില്ല. സാർ പൈസ എടുത്തിട്ടോ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ആ സ്ത്രീ മോഹനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മാനം പോയത് തന്നെ. ആദ്യം തന്നെ പേര് ചോദിക്കേണ്ടതായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? എന്താ നിന്റെ ഉദ്ദേശം? അല്ല മോഹനേട്ട, അല്ല എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? അതെ മോഹനേട്ടാ, എന്താ സംഭവിച്ചെന്ന് വെച്ചാലേ, കുറച്ചു മുന്നേ മോഹനേട്ട എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അത് കേട്ടപ്പോ എനിക്ക് ആകെപ്പാടെ വിഷമായി പോയി. അതുകൊണ്ട് അല്ലേ മണി 9:15 ചോദ്യപത്രം തയ്യാറാക്കില്ലെന്ന് പറഞ്ഞ ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് കൃത്യം 9:38 ഇവിടുന്ന് ഇറങ്ങണം. അതായിരുന്നു കാര്യം. പിന്നെ അല്ലാതെ ചോറിപ്പ് ഞാൻ എടുക്കാം. മോഹനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ ചോറ് റെഡിയാക്കി ഇരിക്കാം. ചെല്ലേ പൊക്കോ. ആ എന്റെ ഈശ്വര, അവളൊന്നും പറഞ്ഞില്ല, രക്ഷപ്പെട്ടു. ഇത്തവണ അവള് തന്നെ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേ പോണ്ട, ഇതിലേ പോവാം. ആണായിരുന്നു. മോഹനേട്ടനെ കാണാൻ വന്നാണോ? ഇപ്പൊ വരും. സാറിന്റെ വൈഫാണല്ലേ? അഡ്വക്കേറ്റ് സത്യഭാമ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പേര് തുളസി. തുളസീധരന മുഴുവൻ പേര്. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാ. മേഡത്തിന് ഇൻഷുറൻസ് പോളിസി ഒക്കെ ഉണ്ടോ? ഒരു പോളിസി എടുപ്പിക്കാനായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ മോഹനേഷ് സാറിന്റെ പുറകെ നടക്കുക. പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് പറ്റില്ലെന്ന് സാറ് പറഞ്ഞു. ഒരു പോളിസി കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ടാർഗറ്റ് ആയേനെ. അതാ ഞാനിങ്ങനെ പുറകെ നടക്കുന്നത്. മോഹനേട്ടനോട് സംസാരിച്ചാ മതി. തുളസിയായിരുന്നു.
നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതിൽ താല്പര്യമില്ല എന്ന്. മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? സാർ അങ്ങനെ പറയരുത്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കഴിയുന്നിടത്തോളം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. സർക്കാരിന്റെ നിരവധി ഇൻഷുറൻസ് കമ്പനികൾ നാട്ടിലുള്ളപ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങളുടെ സ്വകാര്യ കമ്പനിയിൽ പോളിസി എടുക്കുന്നത്? ഞാൻ അവസാനമായിട്ട് പറയുക, ഇനിയും ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വന്ന എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ അറിയാലോ, നാട്ടിലെ ഏറ്റവും വലിയ വക്കീല. അവളെ കൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുപ്പിക്കും. മനസ്സിലായോ? ഭാമേ, ഇനിയും ചോറിടത്തില്ലെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. മോനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനേട്ടനെ കളിയാക്കുവോ? എന്തായാലും മോനേട്ടനെ കുറച്ചു മുന്നേ ഒരു തുളസി വിളിച്ചില്ലേ? തുളസികാരൻ ഒരു ഇൻഷുറൻസ് ഏജന്റാ. ഭയങ്കര ശല്യാള്. ഇപ്പോഴും വന്നിട്ട് പോയതേ ഉള്ളൂ. ഇനി മേലെ എന്നെ കാണാൻ വരികയോ ഫോൺ ചെയ്യുകയോ വെച്ചാൽ പോലീസിൽ പരാതിപ്പെടും ഞാൻ പറഞ്ഞിരിക്കുക. അയാളുടെ ശബ്ദത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? നീ അല്ലേ ആദ്യം ഫോൺ എടുത്തത്? ഞാൻ കരുതിയത് അതൊരു സ്ത്രീയാണെന്നാ. പേരും പെണ്ണുങ്ങടെ, ശബ്ദവും പെണ്ണുങ്ങടെ. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഈ തുളസി ശരിക്കും മോഹനേട്ടനെ പ്രേമിച്ചടക്കുന്ന ഒരു പെണ്ണാണെന്ന് ഞാൻ കരുതിപ്പോയി. അതല്ല വെച്ച് മോഹനേട്ടൻ പറഞ്ഞില്ലേ അങ്ങനെ ഏതൊരു പെണ്ണുണ്ടെന്ന്. അതിന്റെ തൊട്ട് പിന്നാലെ ഫോണും വന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചപ്പോ 1-2 അബദ്ധങ്ങൾ ഞാൻ കാണിച്ചു. അത് മോഹനേട്ടൻ ക്ഷമിച്ചേക്ക്. എന്താ ബന്ധം? അതൊക്കെ വഴിയെ മോഹനേട്ടൻ അറിഞ്ഞോളൂ. അപ്പൊ എന്നോടങ്ങ് ക്ഷമിച്ചേക്കണേ. ഇതുപോലൊരു അബദ്ധം സത്യഭാമയുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടാവില്ല. ഭർത്താവിന്റെ പിന്നാലെ കൂടിയ രഹസ്യ കാമുകിയെ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യാനുള്ള വ്യഗ്രതയിൽ പാവം വക്കീലിന് പറ്റിയ പറ്റാണിത്. സാരമില്ല, ഏതൊരു ഭാര്യയ്ക്കും പറ്റാവുന്ന ഒരു അബദ്ധമായി ഇതിനെ കണ്ട് ഇന്നത്തേക്ക് പിരിയാം. കൂടുതൽ കഥകളുമായി കാര്യനിസാരം തുടരുന്നു.